പുസ്തകത്തിന് ഒപ്പുകൈ. ഇവിടെ കാണുന്ന മനോഹരമായിട്ടുള്ള ഈ ചുവർച്ചിത്രത്തിൻ്റെ നേത്രോന്മീലനം എന്ന വിശിഷ്ടമായ ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ പ്രസംഗത്തിനൊക്കെ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല. രണ്ട് വാക്കിൽ ഞാൻ എൻ്റെ അവസാനിപ്പിക്കാം. പഴയ കാലത്ത് പല നല്ല കാര്യങ്ങളും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് ഈ ചിത്രകല, ചുമർ ചിത്രകല. ചിത്രകലയ്ക്ക് തന്നെ മനുഷ്യൻ്റെ സാംസ്കാരിക പുരോഗതിയായിട്ട് വളരെയധികം അടുത്ത ബന്ധമാണുള്ളത്. അതെല്ലാം ചരിത്രാതീത കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ ഏത് തരത്തിലാണ് ജീവിച്ചിരുന്നത്, അവരുടെ ജീവിത രീതികൾ ഒക്കെ അവർ വരച്ചു വെച്ച ചിത്രങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നൊരു ഉദാഹരണം, മോഹൻജദാരോ, എല്ലോറ മുതലായുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ചിത്രങ്ങൾ. ആ ചിത്രങ്ങളിൽ നിന്നാണ് അവരുടെ ജീവിത രീതി, അവരെ മെരുക്കിയിരുത്തിയിരുന്ന മൃഗങ്ങളുടെ അവരുടെ പ്രത്യേകതകൾ, അതെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ചിത്രകലയിൽ നിന്നാണ് പിന്നീട് അക്ഷരങ്ങളും ഭാഷയും തന്നെ വളർന്നു വന്നിട്ടുള്ളതാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ ചിത്രകലയ്ക്കുള്ള പ്രാധാന്യം വളരെയധികമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ. അവരുടെ സാംസ്കാരിക വളർച്ചയോട് വേണ്ടി ഈ ചിത്രകലയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ചുമർചിത്രങ്ങളോടെ രാമായണം മുഴുവൻ ചിത്രങ്ങളിൽ കൂടി വരച്ച് പൂർത്തിയാക്കിയിട്ടുള്ള ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ നമുക്ക് വളരെയധികം കാണാനായി സാധിച്ചു. കേരളത്തിൽ ചെറിയ ചില ഉദാഹരണങ്ങളൊക്കെ കാണാം. തലശ്ശേരിയിലുള്ള തിരുവങ്ങാട് ക്ഷേത്രത്തിൽ പോയാൽ രാമായണത്തിൻ്റെ പല ഭാഗങ്ങളും തമിഴ്നാട്ടിലെ ചിത്രങ്ങളുമായി ഒരു കണ്ടിന്യൂറ്റി, ഒരു തുടർച്ച നമുക്കതിന് കാണാൻ സാധിച്ചില്ലെങ്കിലും പല ഭാഗങ്ങളും അതിൻ്റെ ചിത്രരൂപത്തിൽ വരച്ചു വെച്ചതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. അതിൽ നിന്ന് രാമായണത്തിൻ്റെ ഏകദേശം ഒരു കഥയും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. പക്ഷേ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അത് തുടർച്ചയായിട്ടുള്ള ചിത്രം ഒരു സിനിമയിൽ കാണുന്ന മാതിരി അവിടെ അമ്പലങ്ങളുടെ ക്ഷേത്രങ്ങളുടെ ചുമരുകളിൽ നമുക്ക് വരച്ചു വെച്ചതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഉള്ള ചെറിയൊരു സംരംഭമാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നടന്നിരുന്ന ആ കലാകാരന്മാരായിട്ട് വേണ്ടത്ര ബന്ധപ്പെടാനോ പരിചയപ്പെടാനോ എനിക്ക് സാധിച്ചിട്ടില്ല. അതെൻ്റെ തന്നെ ഒരു കുറവായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഏതായാലും അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. അവരെ അനുഗ്രഹിക്കുന്നതിന് എല്ലാ ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമസ്കാരം.